ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പദാവലി ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കൻ, പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. പെരുന്തച്ചൻ. അടിവരയിട്ട പ്രയോഗങ്ങൾ നൽകുന്ന അർത്ഥസൂചനകൾ 2 or 3 വാക്യത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ വരികൾ പറയുന്നത്? അടിവരയിട്ട പ്രയോഗങ്ങൾ എന്താണ് പറയുക? പൊത്തിലെത്ര നാളായി, അതുപോലെ തന്നെ ചുരുണ്ട് കിടക്കുന്നു അല്ലേ. പൊത്ത് എന്നത് എന്താണ്? പൊത്ത് എന്നത് വീടും, ചുരുണ്ട് കിടക്കുന്നു എന്നത് പുറത്തിറങ്ങാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു എന്നതുമാണ്. അതായത് മാളത്തിൽ പാമ്പ് ചുരുണ്ട് കിടക്കും പോലെ ദീർഘകാലമായി ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന പെരുന്തച്ചൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതുക. ജയാപജയങ്ങൾ ഗൗനിക്കാതെ മരണഭയം കൂടാതെ സുയോധനന് വേണ്ടി എൻ്റെ സ്വന്തം അനുജന്മാരുമായി ഞാൻ യുദ്ധം ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ 2 വാക്യം മാറ്റി എഴുതാം? നോക്കൂ, ഞാൻ ജയാപജയങ്ങൾ ഗൗനിക്കാത്തവനും മരണഭയം ഇല്ലാത്തവനുമാണ്. ഇതിന് എഴുതാം, സുയോധനന് വേണ്ടി എൻ്റെ സ്വന്തം അനുജനുമായി ഞാൻ യുദ്ധം ചെയ്യും. ഇതുപോലെ കൂട്ടുകാർക്ക് 2 വാക്യങ്ങളാക്കി എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറോടുകൂടെയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വരികളിൽ പ്രകടമാകുന്ന സാമൂഹിക വിമർശനം 2 or 3 വാക്യത്തിൽ എഴുതുക. ഓക്കെ, നമുക്ക് എഴുതാം. അന്നത്തെ കാലത്ത് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായ പരിഗണനയൊന്നും ലഭിച്ചിരുന്നില്ല. അവർ വെറും അടുക്കള കാര്യങ്ങൾ മാത്രമായിരുന്നു. അതിഥികൾക്കും വീട്ടുകാർക്കും വെച്ച് വിളമ്പുന്ന അവർ പലപ്പോഴും പട്ടിണിയിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നോക്കൂ, എത്ര നാൾ അമ്മേ നിന്നെ തിരഞ്ഞുകൊണ്ട് ഈ വിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണലയേണ്ടു. കവിയുടെ ദുഃഖത്തിൻ്റെ തീവ്രത ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? 1 or 2 or 3 വാക്യത്തിൽ ഉത്തരം എഴുതൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. കവി കവിതയാകുന്ന അമ്മയെ തിരയുന്നു. പ്രകൃതി സൗന്ദര്യത്തിലാണ് അമ്മയെ തേടുന്നത്, പക്ഷേ കണ്ടെത്താനാവുന്നില്ല. പ്രകൃതി സൗന്ദര്യത്തെ പൂർണ്ണമായും കവിതയിലൂടെ ആവിഷ്കരിക്കാനാവാത്ത ദുഃഖം വ്യക്തമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? മാനവികതയുടെ തീർത്ഥം എന്ന ശീർഷകത്തിൻ്റെ 2 അർത്ഥസാധ്യത എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? മനുഷ്യനാണ് പുണ്യം, തീർത്ഥജലം വിശുദ്ധി നൽകുന്നത് പോലെ മനുഷ്യത്വവും പരോപകാരവും ജീവിതത്തെ ധന്യമാക്കുന്നു. എന്താണ്? മനുഷ്യത്വമാണ് പുണ്യം, തീർത്ഥജലം വിശുദ്ധി നൽകുന്നത് പോലെ മനുഷ്യത്വവും പരോപകാരവും ജീവിതത്തെ ധന്യമാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാവ്യഭംഗി വ്യക്തമാക്കുക. ചിത്രവർണ്ണോജിലെ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ലേ, ഹൃത്തിലൊതുങ്ങാത്ത രാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂകിയില്ലേ. മാണിക്യവീണ. കാവ്യഭംഗി വ്യക്തമാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. പല നിറങ്ങളിലുള്ള മനോഹര പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ പൂന്തോട്ടമാണ് മലയാള ഭാഷ. പല കാലങ്ങളിലായുണ്ടായ കാവ്യപ്രസ്ഥാനങ്ങളും നമ്മുടെ ഭാഷയുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. കവിതയും തുള്ളൽപ്പാട്ടും ആട്ടക്കഥയും വഞ്ചിപ്പാട്ടുമെല്ലാം ഭാഷയുടെ പൂന്തോട്ടത്തിലെത്തിയ വസന്തങ്ങളാണ്. മലയാള ഭാഷയുടെ ലാവണ്യവും ശക്തിയും ഉൾക്കൊണ്ട് സാഹിത്യരചന നടത്തിയ കവികളെയാണ് കുയിലുകളായി സങ്കല്പിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം, കിഴവനെ താങ്ങുമായിരുന്നൊക്കെ വിതുമ്പി പെരുന്തച്ചൻ. കൊച്ചനെ സ്തുതിക്കുമ്പോൾ എന്മുഖം മങ്ങിപ്പോലും തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ. പെരുന്തച്ചൻ. നഷ്ടബോധത്താലും അപവാദത്താലും വേദനിക്കുന്ന ഒരച്ഛൻ്റെ മനസ്സാണോ പെരുന്തച്ചൻ്റേത്? പരിശോധിക്കുക. എന്താണ്? അതെ, വർഷങ്ങളായിട്ട് ചലനം തളർന്നു കിടക്കുകയാണ് ആര്? പെരുന്തച്ചൻ. ശ്വാസം മാത്രമാണ് അവശേഷിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മരങ്ങളോടും തൻ്റെ തൊഴിലിനോടുമുള്ള കൂറും തൊഴിൽ ചെയ്യാനുള്ള വ്യഗ്രതയും നിറഞ്ഞു നിൽക്കുന്നു. ഒന്ന് പൊങ്ങാനെങ്കിലും കഴിഞ്ഞെങ്കിൽ, ഇഴഞ്ഞു നിരങ്ങിയെങ്കിലും തൻ്റെ പണിശാലയിൽ പോയി പണി ചെയ്യുന്നതിൻ്റെ ആഹ്ലാദം നുണയാമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. തൻ്റെ മകൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ തന്നെ താങ്ങുമായിരുന്നു എന്ന് ചുട്ടുനീറുന്ന ഹൃദയത്തോടെ പെരുന്തച്ചൻ ചിന്തിക്കുന്നു. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അരങ്ങൊഴിയുന്നതിന് മുമ്പായുള്ള അവസാന വേഷം, അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും. കീർത്തിമുദ്ര. പ്രേക്ഷകന്റെ ഈ അഭിപ്രായം കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചന കൂടി നൽകുന്നുണ്ടോ? പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് കുറിപ്പ് എഴുതാം. കൃഷ്ണനാട്ടം എന്ന കലയെ സ്വന്തം ജീവിതം തന്നെയാക്കി ഉപാസിച്ച കലാകാരനായിരുന്നു ആശാൻ. നീണ്ട 75 വർഷക്കാലം അരങ്ങിലും അണിയറയിലും അതുല്യ പ്രതിഭയായി ശോഭിച്ച അദ്ദേഹത്തിന് കല വിട്ടൊരു ജീവിതം ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല.
സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അവസാനത്തെ അരങ്ങേറ്റത്തിന് തയ്യാറെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. തൻ്റെ അവസാന വേഷം കാണികളെ അതിശയിപ്പിക്കുന്നതായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കൃഷ്ണനും യവനനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം കാണുക എന്നതിനേക്കാൾ ആശാന്റെ അവസാന വേഷം കാണാനുള്ള ആകാംക്ഷയായിരുന്നു കാണികൾക്കുണ്ടായിരുന്നത്. കളി ആരംഭിച്ചു. വേഷത്തേക്കാൾ മികച്ച മെയ്യഴക്കമുള്ള ആശാന്റെ യവനൻ വായുവിൽ കിടന്ന് പടവെട്ടി. തളർന്ന ആശാൻ കൃഷ്ണന്റെ പാതാരവിന്ദത്തിൽ തന്നെ വീണു മരിച്ചു. അദ്ദേഹം അനശ്വരനായി. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അദ്ദേഹം കീർത്തിമുദ്ര നേടി. ഒരേ സമയം ജീവിതമെന്ന അരങ്ങും അവസാനിക്കുന്ന അപൂർവമായൊരു പര്യവസാനമാണ് ഈ കഥയിലെ നായകനുള്ളത്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എൻ ഗുരുനാഥൻ. ഗാന്ധിജിയെക്കുറിച്ചുള്ള ഈ നിരീക്ഷണത്തിൻ്റെ സമകാലിക പ്രസക്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ഈ ലോകത്തെ സ്വന്തം തറവാടായും ജീവജാലങ്ങളെ സ്വന്തം കുടുംബക്കാരായും കണ്ട മഹാത്മാവായിരുന്നു ഗാന്ധിജി. അദ്ദേഹം ത്യാഗത്തെ നേട്ടമായും താഴ്മയെ ഉന്നതിയായും കണക്കാക്കി. ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. വിനയത്തെ അലങ്കാരമായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും ഒപ്പം ലളിതവും ത്യാഗപൂർണവുമായ ജീവിതം നയിക്കുകയും ചെയ്ത മഹാത്മാവായിരുന്നു ഗാന്ധിജി.